സമയം 7:20 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്ര ഡിഗ്രി? ഇവിടെ സമയം 7:20 ആകുമ്പോൾ ക്ലോക്കിലെ സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ മാർഗ്ഗമുണ്ട്. ഈ തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. 7 × 6 42 അപ്പോൾ 7 × 60 420. 11 2 22 ആയതുകൊണ്ട് 11 × 20 220. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി എടുത്താൽ നമുക്ക് കോണളവ് കിട്ടും. അപ്പോൾ വ്യത്യാസം കാണുന്നതിനായിട്ട് 420 നിന്നും 220 കുറയ്ക്കാം. അപ്പോൾ 200 എന്ന് കിട്ടും. 200ൻ്റെ പകുതി 100. അപ്പോൾ 100 ഡിഗ്രി ആയിരിക്കും കോണളവ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. ആ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി എടുത്താണ് നമ്മളിവിടെ കോണളവ് കണ്ടുപിടിച്ചത്. ഇനി നമുക്കിങ്ങനെ പകുതി എടുക്കുമ്പോൾ 180 ഡിഗ്രിയിൽ കൂടിയ ഒരളവ് കിട്ടുകയാണെങ്കിൽ 360 നിന്നും നമുക്ക് കിട്ടുന്ന വാല്യൂ കുറച്ചെടുത്താൽ മതി. 3/14 ഏത് സംഖ്യ കൂട്ടിയാൽ 3/17 കിട്ടും? അപ്പോൾ ചോദ്യം ഇതാണ്, 3/14 ഏത് സംഖ്യ കൂട്ടിയാൽ 3/17 കിട്ടും? നമുക്ക് 4 എത്ര കൂട്ടിയാൽ 10 കിട്ടും എന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് 10ൽ നിന്നും 4 കുറച്ചാൽ മതി. ഓർക്കുക, 4 എത്ര കൂട്ടിയാൽ 10 കിട്ടുമെന്നറിയാൻ 10ൽ നിന്നും 4 കുറച്ചാൽ മതി. അതുപോലെ 3/14 ഏത് സംഖ്യ കൂട്ടിയാൽ 3/17 കിട്ടും എന്നറിയുന്നതിനായിട്ട് 3/17 നിന്നും 3/14 കുറയ്ക്കാം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു കാര്യം ഓർക്കുക, 3/17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 17 തവണ ആവർത്തിച്ച് ഗുണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് 3 × 3 × 3 × 3 ഇവിടെ 3 4 തവണ ആവർത്തിച്ച് ഗുണിച്ചിട്ടുണ്ട്. ഇത് ചുരുക്കി എഴുതുന്നതാണ് 3/4. അപ്പോൾ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ഈ സംഖ്യ സൂചിപ്പിക്കുന്നത് 3 എത്ര തവണ ആവർത്തിച്ച് ഗുണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ 3/17 ഒന്ന് മാറ്റി എഴുതാം. ഇവിടെ 3/14 ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെയും കൂടെ 3/14 രൂപത്തിൽ എഴുതാം. എങ്ങനെ എഴുതും? 3/14 ഗുണം, ഇവിടെ ഇപ്പോൾ 14 തവണ 3 ആവർത്തിച്ച് ഗുണിച്ചു. ഇനി ഒരു 3 തവണയും കൂടെ ഗുണിച്ചാൽ മതി. അപ്പോൾ 3/14 ഗുണം 3/3 എന്ന് എഴുതാം. അപ്പോൾ 14 3 17 തവണ 3 ആവർത്തിച്ച് ഗുണിച്ചിട്ടുണ്ട്. മൈനസ് 3/14 അതേപടി തന്നെ എഴുതുന്നു. ഇപ്പോൾ ഈ രണ്ട് പദങ്ങളിലും 3/14 പൊതുവായിട്ടുണ്ട്. അപ്പോൾ 3/14 നമുക്ക് ഒരു കോമൺ ഫാക്ടറായിട്ട് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ 3/3 മാത്രമേ ഉള്ളൂ. ഇത് 3/3 എന്ന് എഴുതുക, മൈനസ് ഇവിടെ 1 എന്ന് കൊടുക്കുക. അപ്പോൾ നോക്കുക, 3/14 കൊണ്ട് ഇത് അകത്തുള്ള ഓരോന്നിനെയും ബ്രാക്കറ്റിനകത്തുള്ള ഓരോന്നിനെയും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിലത്തെ അതേ പദങ്ങൾ തന്നെ കിട്ടും. 3/14 ഗുണം 3/3 ആവും. ഇത് 3/14 ഗുണം -1, അത് -3/14 സമം 3/14 ഗുണം, നോക്കുക 3/3, അതിൻ്റെ അർത്ഥം 3 തവണ ആവർത്തിച്ച് ഗുണിക്കുന്നു. 3 9 9 3 27. അപ്പോൾ 27 - 1 എന്ന് വരും, അതായത് 26 സമം 3/14 ഗുണം 26 എന്ന് വരും. അപ്പോൾ 3/17 നിന്നും 3/14 കുറച്ച് കഴിഞ്ഞാൽ 3/14 ഗുണം 26 എന്ന് കിട്ടും. അതായത് 3/14 3/14 ഗുണം 26 കൂട്ടിയാൽ നമുക്ക് 3/17 കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ സി 26 ഗുണം 3/14 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി 26 ഗുണം 3/14. താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ അല്ലാത്തതേത്? ഇവിടെ 4 സംഖ്യകൾ നൽകിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ അല്ലാത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് പ്രൈം നമ്പർ എന്നറിഞ്ഞിരിക്കണം. നമുക്കൊരു ഉദാഹരണം നോക്കാം. 3 എന്ന സംഖ്യ എടുക്കുക. 3നെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 3നെ 1 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാം. പിന്നെ മറ്റൊന്ന് 3 ആണ്. 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതായത് 3ൻ്റെ ഘടകങ്ങൾ 1ഉം 3ഉം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ 1ഉം ആ സംഖ്യയും മാത്രമേ ഉള്ളുവെങ്കിൽ അതിനെ ഒരു പ്രൈം നമ്പർ എന്ന് പറയാം. അതായത് 3 ഒരു പ്രൈം നമ്പറാണ്. മറ്റൊരു സംഖ്യ 5 എടുക്കുക. 5നെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ അല്ലെങ്കിൽ 5ൻ്റെ ഘടകങ്ങൾ 1ഉം 5ഉം മാത്രമാണ്. അങ്ങനെ 1ഉം 5ഉം മാത്രം ഘടകങ്ങളായി വരുന്നതുകൊണ്ട് 5ഉം പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യയാണ്. അതേസമയം 6 എടുത്തു കഴിഞ്ഞാൽ 6നെ 1 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് 6നെ ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം, 6 കൊണ്ട് ഹരിക്കാം. ഇവിടെ 1ഉം 6ഉം കൂടാതെ 2ഉം 3ഉം 6ൻ്റെ ഘടകങ്ങളാണ്. അതുകൊണ്ട്
ആറ് ഒരു പ്രൈം നമ്പർ അല്ല, ഒരു കോമ്പസിറ്റ് നമ്പറാണ്. ആറ് ഒരു കോമ്പസിറ്റ് നമ്പറാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒന്നും ആ സംഖ്യയും അല്ലാതെ മറ്റേതെങ്കിലും ഘടകങ്ങൾ വരുന്ന സംഖ്യകളുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 71 നോക്കുക. 71നെ നമുക്ക് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ 1ഉം 71 മാത്രമേ ഉള്ളൂ. 1നും 71നും ഇടയ്ക്ക് കിടക്കുന്ന മറ്റ് സംഖ്യകൾ കൊണ്ടൊന്നും 71നെ ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 71 ഒരു പ്രൈം നമ്പറാണ്. അതുപോലെ 61ൻ്റെ ഘടകങ്ങൾ 1ഉം 61 മാത്രമേ ഉള്ളൂ, മറ്റ് സംഖ്യകളൊന്നുമില്ല. അതുകൊണ്ട് 61 പ്രൈം നമ്പറാണ്. 31 എടുത്താലും 31ൻ്റെ ഘടകങ്ങൾ 1ഉം 31 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതും പ്രൈം നമ്പറാണ്. അതേസമയം 91 എടുത്തു കഴിഞ്ഞാൽ 13 ഗുണം 7 91ആണ്. 13 ഗുണം 7 91ആണ്. അതായത് 91ൻ്റെ ഘടകങ്ങളാണ്. 91നെ 7 കൊണ്ടും 13 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാം. അപ്പോൾ 91ൻ്റെ ഘടകങ്ങളാണ് 7ഉം 13ഉം. അപ്പോൾ 91ന് 1ഉം 91ഉം അല്ലാതെ മറ്റ് ഘടകങ്ങൾ വന്നേക്കുന്നതുകൊണ്ട് 91 പ്രൈം നമ്പർ അല്ല, കോമ്പസിറ്റ് നമ്പറാണ്. അപ്പോൾ നമുക്ക് അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ അല്ലാത്തത് ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി 91 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി 91. 18 ആളുകൾക്ക് ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും. ഈ ജോലി 9 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര ആളുകളെ കൂടുതലായി നിയോഗിക്കേണ്ടി വരും? ഇവിടെ 18 ആളുകൾക്ക് ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും. അപ്പോൾ ഈ ജോലി 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെങ്കിൽ എത്ര ആളുകളെ കൂടുതലായി നിയോഗിക്കേണ്ടി വരും? നമുക്ക് ആദ്യം ഈ ജോലി 9 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര ആളുകൾ വേണം എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം 18 ആളുകളും അവർക്ക് 12 ദിവസവുമാണ് വേണ്ടി വരുന്നത്. ഇപ്പോൾ 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര ആളുകൾ വേണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ വേണ്ട ആളുകളുടെ എണ്ണം നമുക്ക് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ആളുകളുടെ എണ്ണവും ദിവസങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ഗുണനഫലം എപ്പോഴും തുല്യമായിരിക്കും. അതായത് 18 ഗുണം 12ഉം എക്സ് ഗുണം 9ഉം അതെപ്പോഴും തുല്യമായിരിക്കണം. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് ഗുണം 9 എക്സ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇത് നമുക്ക് 9 എക്സ് സമം 18 ഗുണം 12 എന്നെടുക്കാം. ഇത് സൈഡൊന്ന് മാറ്റിയെന്നേ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എക്സ് സമം 18 ഗുണം 12 ബൈ 9 എന്ന് വരും. 18നെ 9 കൊണ്ട് ഹരിച്ചാൽ 2, 2 12 24. അപ്പോൾ 9 ദിവസം കൊണ്ട് ജോലി തീർക്കണമെങ്കിൽ 24 പേര് വേണം. നിലവിൽ 18 ആളുകളാണുള്ളത്. അപ്പോൾ ഇനിയും കൂടുതലായി നിയോഗിക്കേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 24 മൈനസ് 18 സമം 6 ആണ്. അപ്പോൾ 6 പേരെ കൂടുതലായിട്ട് ജോലിക്ക് വെച്ചാൽ മതി. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി 6. ഒരു സ്കൂളിലെ കുട്ടികളിൽ 70% പെൺകുട്ടികളാണ്. ആ സ്കൂളിലെ ആൺകുട്ടികളുടെ എണ്ണം 453 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? ഇവിടെ സ്കൂളിലെ കുട്ടികളിൽ 70% പെൺകുട്ടികളാണെന്ന് തന്നിരിക്കുന്നു. സ്കൂളിലെ ആൺകുട്ടികളുടെ എണ്ണം 453ആണ്. നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ ഗേൾസിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 70%. അപ്പോൾ ബോയ്സിൻ്റെ ശതമാനം എത്രയായിരിക്കും? അത് കിട്ടുന്നതിനായിട്ട് 100%-ൽ നിന്ന് 70% കുറച്ചാൽ മതിയല്ലോ. 100%-ൽ നിന്ന് 70% കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 30% എന്ന് കിട്ടും. അതായത് ആ സ്കൂളിലെ 30% കുട്ടികളാണ് ബോയ്സ്. ആ 30%-ൻ്റെ എണ്ണമാണ് 453. ബോയ്സ് 30%-ആണുള്ളത്. അവരുടെ എണ്ണമാണ് 453. അപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. അതായത് 70% കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. 30% 453 ആണെങ്കിൽ 10% എത്ര വരും? 30ൻ്റെ 3/1 ഭാഗമാണ് 10. അപ്പോൾ 453ൻ്റെ 3/1 ഭാഗം കണ്ടാൽ മതി. അതിനായിട്ട് 453നെ 3 കൊണ്ട് ഹരിക്കാം. 453 ബൈ 3 ഹരിക്കുമ്പോൾ 151 എന്ന് കിട്ടും. അതായത് ആ സ്കൂളിലെ കുട്ടികളിൽ 10% 151ആണ്. അപ്പോൾ പെൺകുട്ടികളുടെ ശതമാനം 70% ആണല്ലോ. 10% 151 ആണെങ്കിൽ 70% കാണുന്നതിനായിട്ട് 151ൻ്റെ 7 ഇരട്ടി കണ്ടുപിടിച്ചാൽ മതി. 151 ഗുണം 7 അതായത് 1057 എന്ന് കിട്ടും. അതായത് പെൺകുട്ടികളുടെ എണ്ണം 1057 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി.